ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം നെയ്യ് ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അടുത്തൊരു പ്രാവശ്യം കൊണ്ട് നെയ്യ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഡെയിലി പാൽപ്പാടയൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ചായ ഇട്ട് കേട്ടോ. അപ്പോൾ ചേട്ടന് എബിക്കുള്ള ചായ ഇട്ടു. ഇന്നോട്ടെങ്കിലും കറക്റ്റ് ഡയറ്റിങ് ഫോളോ ചെയ്ത് പോകണമെന്നുണ്ട്. എപ്പോഴും വിചാരിക്കും, സത്യം പറഞ്ഞാൽ നടക്കാറില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ. എന്നാലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡയറ്റിങ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ ഇട്ടതിന് ശേഷം പാലെല്ലാം തിരിച്ച് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചു. അപ്പോൾ ഇന്നത്തെ കറിക്കുള്ളതെല്ലാം തലേ ദിവസം തന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം എടുത്ത് വെച്ചു. പെട്ടെന്ന് തന്നെ ജോലിയും തീർന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ അതുപോലെ തന്നെ വെയിറ്റ് നോക്കിയിട്ടും അതേ ഒരു 1-2 മില്ലി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി എന്നല്ലാതെ വലിയ വെയിറ്റിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചേട്ടന് ചില സമയത്ത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ചേട്ടന് അതിന് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. എബിക്കും കുഴപ്പമില്ല, നോർമലായിട്ടുള്ള വെയിറ്റാണ്. അപ്പോൾ രാവിലത്തെ എല്ലാ ജോലികളും കഴിഞ്ഞു. എബിയെ ചേട്ടനാണ് കേട്ടോ ഒന്ന് കൊണ്ടാക്കിയത്. ആ സമയം കൊണ്ട് ഞാൻ അടുക്കളയെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പതിവ് പോലെ തന്നെ എൻ്റെ വെള്ളം കുടിച്ചു കേട്ടോ. അതായത് പട്ടയും ജീരകവും ഇട്ടിട്ടുള്ള വെള്ളമായിരുന്നു, അതും കുടിച്ചു. ആ സമയം കൊണ്ട് തന്നെ ചെറിയൊരു മഴയും കൂടെ പെട്ടെന്നൊന്ന് വന്നായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാനും കൂടെ ഒന്ന് പിന്നെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. എബിയെ കൊണ്ടാക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ടൈം ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ. കാരണം ഇന്നും ഇത്തിരി നേരത്തെയാണ് ബസ് സ്റ്റോപ്പിലോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം നിൽക്കേണ്ടി വന്നു. അപ്പോഴേക്കും ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനെയും പറഞ്ഞു വിട്ടതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ വീട്ടിലോട്ട് പോകുന്നായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് കുറച്ച് ജോലികളും കാര്യങ്ങളും തന്നെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ വന്നോടെ തന്നെ പാല് കാച്ചി വെച്ച് കേട്ടോ. അപ്പോൾ പാലും മുട്ടയുമാണ് രാവിലെ എന്നും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ചില സമയത്ത് എന്തെങ്കിലും മാറ്റി പിടിക്കണമെന്ന് വിചാരിക്കും, പക്ഷേ അത് കഴിക്കുമ്പോൾ തന്നെ നല്ല വയറ് നല്ല ഫില്ലായിട്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാനത് തന്നെ ഡെയിലി കഴിച്ചു പോകുന്നത്. പിന്നെ രാവിലെ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ മാത്രം ഞാൻ അല്പം മധുരം ഇട്ട് കഴിക്കാറുണ്ട് കേട്ടോ. കാരണം തീരെയും നമ്മൾ സ്ഥിരം മധുരം കഴിച്ചുകൊണ്ടിരുന്ന നമ്മൾ പെട്ടെന്ന് വെച്ച് മധുരം നിർത്തിയാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടില്ലെന്നല്ല, ആ ഒരു പേടിയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ മധുരം ഇട്ടാണ് ഞാൻ, അങ്ങനെ വെച്ചാൽ ഓവറായിട്ട് മധുരം ഇടാറില്ല, മീഡിയമായിട്ട് മധുരം ഇട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത് കേട്ടോ. അപ്പം മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നതിന് ശേഷം കേട്ടോ മുട്ടയൊക്കെ ഒന്ന് അവിച്ച് വെച്ചത്. അപ്പോൾ നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തണുത്ത് ശരിയാവാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ആ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു. അതും തുടച്ചതിന് ശേഷം മുട്ട പുഴുങ്ങിയത് മാറ്റി ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് തുണി അലക്കലും പരിപാടികളൊക്കെ ഉണ്ട്. വീടിനകമൊക്കെ ഒന്ന് ശരിയാക്കണം. പിന്നീട് മൊത്തത്തിൽ നമ്മൾ ഈ നനഞ്ഞ തുണികളൊക്കെ അകത്ത് കൊണ്ടിടുമ്പം ഒരു വല്ലാത്തൊരു സ്മെല്ല് വരുമല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ അധികമൊന്നും തുണികളെടുത്ത് അകത്ത് ഇടാറുമില്ല. അവിടെ കിടന്ന് തന്നെ ഉണങ്ങട്ടെ എന്ന് വിചാരിക്കും. നല്ല വെള്ളം എല്ലാം വാർന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ അകത്ത് കൊണ്ടിടാറുള്ളൂ. അല്ലാതെ മാക്സിമം തുണിയെല്ലാം പുറത്ത് തന്നെ ഇടാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വീടിനകമൊക്കെ അടച്ചല്ലേ ഇടുന്നത്. അമ്മയെ കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും വീടൊക്കെ തുറന്നിട്ടിരിക്കും കേട്ടോ, ആരെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെ ഞാൻ എപ്പോഴും തുറന്നിടാറില്ല. ചില സമയത്ത് ഞാൻ മാത്രമേ ഒറ്റയ്ക്ക് കാണാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വീടിന് ജനലോ കതവോ ഒന്നും അങ്ങനെ അധികം തുറന്നൊന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ ചില സമയത്ത് മുട്ട പുഴുങ്ങുമ്പോൾ അങ്ങനെ മാത്രം വെച്ച് കഴിക്കാറുണ്ട്. ചില സമയത്ത് ഇതുപോലെ കുരുമുളകും ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടായിരിക്കും കഴിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതും കഴിച്ചിട്ട് ഒരു 11 മണിയൊക്കെ ആയ സമയത്ത് ഞാനൊന്ന് പരവംകുന്ന് വരെ പോയി കേട്ടോ. കല്ലാട്ടുമുക്കിൽ എനിക്കൊന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ പോയി. അപ്പോൾ 11 മണിക്ക് എൻ്റെ ബ്രേക്കിൽ കഴിക്കേണ്ട ഒരു ടൈമും കൂടെയാണ്. അതുകൊണ്ട് തന്നെ പോയ സമയത്ത് ഒരു റോബസ്റ്റ പഴം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് 11 മണിയായ സമയത്ത് ഫോട്ടോയും അയച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതും കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ നേരെ ആദ്യം എന്തായാലും സ്കൂൾ വഴിയല്ലേ പോകുന്നു. അപ്പോൾ സ്കൂളിലോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചു. കുറേ നാളായി സ്കൂളിലോട്ടും കയറിയിട്ട്. അപ്പോൾ സ്കൂളിലോട്ട് പോയി കേട്ടോ. നല്ല ഭംഗിയിൽ പിക്ചേഴ്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പിള്ളേരും ഉണ്ട് കേട്ടോ. ആദ്യത്തെ 2 ദിവസമൊക്കെ ആയതുകൊണ്ട് തന്നെ കുഞ്ഞു പിള്ളേരല്ലേ, കരച്ചിലൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. മുകളിലത്തെ ക്ലാസ്സിലൊക്കെ പോയി കണ്ടു. LKG UKG ഒക്കെ ഉണ്ട് മുകളിൽ, അവിടെയൊക്കെ പോയി കണ്ടു. പിള്ളേരെയൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും എന്നെ മനസ്സിലായി കേട്ടോ. എല്ലാവരും ഹായ് ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കല്ലാട്ടുമുക്കിൽ തന്നെ ദി കേക്ക് സ്റ്റുഡിയോയിൽ പോയാണ് വാങ്ങിച്ചത് കേട്ടോ. അത് വാങ്ങിച്ചത് ബീറ്ററും ടേൺ ടേബിളും മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുക ചെയ്തത്. മീഷോ വഴിയാണ് പർച്ചേസ് ചെയ്തത്. അതിൻ്റെ കുറച്ച് പ്രോഡക്റ്റൊക്കെ വാങ്ങിയത് ഞാൻ വീഡിയോസിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഏതൊക്കെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇതും വേറൊരു ബ്ലാക്കുമാണ് വെച്ചത് കേട്ടോ. അപ്പോൾ രണ്ടും തമ്മിൽ വിലയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല.
അതുകൊണ്ട് ഞാൻ ബ്ലാക്കിൻ്റെതാണ് എടുത്തത് കേട്ടോ. അത് കുറച്ചുകൂടെ കൊള്ളാൻ തോന്നുന്നു, വാറൻറ്റിയും കൂടുതലാണ്, കുറച്ചുകൂടെ സ്പീഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്കാണ് എടുത്തത്. അപ്പോൾ ടേൺ ടേബിളും അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫിക്സ്ഡ് ആയിട്ടുള്ള ടേബിളും ഉണ്ടായിരുന്നു, അത് ഇളക്കി മാറ്റുന്നത് സ്റ്റീലിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇളക്കി മാറ്റുന്നത് വാങ്ങിച്ചില്ല, മറ്റേതാണ് ഫിക്സ്ഡ് ആയിട്ടുള്ളതാണ് വാങ്ങിച്ചത്. രണ്ടും അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. നല്ലത് നോക്കി തന്നെ ഞാൻ എടുക്കുകയും ചെയ്തു കേട്ടോ. കാരണം നമുക്ക് പ്രൊഫഷണലായിട്ട് ചെയ്യണമെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ ഓൺലൈൻ വാങ്ങിച്ചാൽ അത് എത്രമാത്രം നല്ലതാകും എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ 2 സംഭവവും കടയിൽ പോയി തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് സ്നാക്സ് എബിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സും ചക്ക വറ്റലുണ്ടായിരുന്നു. ചക്ക വറ്റലല്ല, മരിച്ചിനി വറ്റലുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. ഫ്രണ്ട്സുമായിട്ട് കുറച്ച് നേരം ഒന്ന് വീഡിയോ കോൾ വിളിച്ചു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ വന്നു, ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് വീടൊക്കെ ഒതുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എബി വരേണ്ട സമയമായി. ചേട്ടൻ പോയി എബിയെയും വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ട് അവനിപ്പോൾ എന്നും 4 മണിക്കാണ് ട്യൂഷന് പോകേണ്ടത് കേട്ടോ. അപ്പോൾ വരുന്ന വഴി തന്നെ ചേട്ടൻ ബീനയുടെ കടയിൽ പോയി പാലെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ കാരണം വീട്ടിൽ നിൽക്കുന്ന ആത്തിച്ചക്ക മൊത്തത്തിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊന്നും കിട്ടുന്നതും ഉണ്ടായിരുന്നില്ല, വലുതാകുന്നതും ഇല്ല കേട്ടോ. ചെറിയ രീതിയിൽ തന്നെയാണ് അത് നിൽക്കുന്നത്, നമുക്ക് എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ വാങ്ങിയ റിംഗ് ലൈറ്റിൽ ഇന്നാണ് നമ്മളൊന്ന് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കിയത് കേട്ടോ. ലൈറ്റ് കത്തുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇതുവരയ്ക്കും നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അതെല്ലാം ഇന്നാണ് നോക്കിയത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ബ്രൈറ്റ്നസ് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ അത് 3 ബ്രൈറ്റ്നസ് ഉണ്ട്, നമുക്ക് 3 ഒന്ന് ഓണാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 3 ഓണാക്കി നോക്കി കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഫോണിൽ അല്ലെങ്കിൽ അത് ക്യാമറ കൊള്ളത്തില്ല കേട്ടോ, ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റിൽ പോലും ആ ഒരു ഫോണിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ഫോട്ടോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇത്തിരി നല്ല വെയിറ്റും കാര്യങ്ങളും ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ കുറച്ച് വന്നിട്ടുള്ള ഓൺലൈൻ പ്രോഡക്റ്റുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു, ഓൺലൈൻ വഴി വാങ്ങിയതായിരുന്നു. അത് കുറച്ച് വന്നിട്ടുണ്ട്, ബാക്കി ഇനിയും വരാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് തൊട്ട് തന്നെ നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സൊക്കെ തുടങ്ങുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് തന്നെ ഇതെല്ലാം ആവശ്യമുള്ളതുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നേരത്തെ ക്ലാസ് തുടങ്ങി നമുക്കിത് എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട ടൈമിൽ തന്നെ ഞാനെല്ലാം വാങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ടേൺ ടേബിളും പിന്നെ ബീറ്ററും മാത്രമേ ഉള്ളൂ ഞാൻ പുറത്ത് കടയിൽ പോയി വാങ്ങിയത്. ബാക്കിയെല്ലാം ഞാൻ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും നല്ല പ്രോഡക്റ്റുകളായിരുന്നു കേട്ടോ. എല്ലാം നല്ല ഇഷ്ടപ്പെടുന്നതും നല്ല ഉപയോഗപ്രദമായിട്ടുള്ളതുമായിരുന്നു. ഒന്നും കേട് വന്നതായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. മിക്കവരുമൊക്കെ കേട് വന്നതൊക്കെ എപ്പോഴും എക്സ്ചേഞ്ച് ചെയ്തൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരേക്കും അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാതെ തിരിച്ച് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ. അല്ലാതെ കേട് വന്നത് എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗെന്ന് പറയുന്നത്. എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനലിലെയും ഈ കുഞ്ഞു വീഡിയോസും കാണുന്നതിന് തന്നെ എല്ലാവരുടെയും വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ തന്നെ ചാനൽ വളർന്നു വരുവാനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുകയും ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാനും പറയണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബും എല്ലാം വരട്ടെ എന്ന് ഞാനും വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ള വീഡിയോസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.